ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ടങ് ടൈ അല്ലെങ്കിൽ നാവിൻ്റെ കെട്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥ സാധാരണ നമ്മൾ പീഡിയാട്രിഷ്യന്മാർ അവരുടെ ഇനീഷ്യൽ ചെക്കപ്പിൽ തന്നെ കണ്ടുപിടിക്കും. നമ്മുടെ നാവിൻ്റെ അടിഭാഗവും താഴത്തെ മോണയുടെ പിൻവശത്തുള്ള ഫ്ലോർ ഓഫ് മൗത്ത് എന്ന് പറയുന്ന ഒരു ഏരിയ തമ്മിൽ ഒരു ഫൈബ്രസ് ബാൻഡ് വെച്ചൊരു കണക്ഷനാണ്. അപ്പോൾ സാധാരണ നാവിൻ്റെ അറ്റം മുന്നോട്ട് ഇത്രയും പോകുന്ന സ്ഥലത്ത് ഈ കുട്ടികൾക്ക് കുറച്ചായിരിക്കും മുന്നോട്ട് പോവുക. കൂടാതെ നാവിൻ്റെ അറ്റം മേൽചുണ്ടുമായി തട്ടിക്കുന്നതിനും പ്രയാസമുണ്ടാകും. പക്ഷെ പാരൻസ് നമ്മുടെ അടുത്തേക്ക് വരുന്നത് പാൽ കുടിക്കുമ്പം ചെറിയ പ്രയാസമുണ്ട് എന്ന് പറഞ്ഞിട്ടായിരിക്കും. കുറച്ചുകൂടെ വലിയ കുട്ടി ആയതിനു ശേഷമാണ് അവരിത് കണ്ടുപിടിക്കുന്നതെന്നുണ്ടെങ്കിൽ ചില അക്ഷരങ്ങൾ നാവിൻ്റെ അറ്റം ചുണ്ടുമായി മുട്ടിച്ചതിന് ശേഷം സംസാരിക്കേണ്ട ചില അക്ഷരങ്ങൾക്ക് ഇവർക്ക് കൊഞ്ഞ അനുഭവപ്പെടുന്നത് പോലെയും പാരൻസ് നമ്മുടെ അടുത്തേക്ക് കൺസേൺ ആയിട്ട് വരാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് ടങ് ടൈ റിലീസാണ്. ലോക്കൽ അനസ്തീഷ്യ കൊടുത്തിട്ടോ ജനറൽ അനസ്തീഷ്യ കൊടുത്തിട്ടോ കുട്ടിയുടെ ഏജിന് അനുസരിച്ചിട്ടോ ബാക്കി കണ്ടീഷൻസിനനുസരിച്ചിട്ടോ നമ്മളിത് ചെയ്യാറുണ്ട്.